ഹലോ അസ്സാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖവും സമാധാനമൊക്കെ തരട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് അതിലെ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ എന്താണ് കാരണം എന്നുള്ളത് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും മനസ്സിലാവും. അപ്പോൾ നമ്മളെ വാപ്പ മരിച്ച് 40 കഴിഞ്ഞിട്ടോ. അപ്പോൾ 40 കഴിഞ്ഞിട്ട് വീഡിയോ ഇടാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാൻ ഉണ്ടായത്. പക്ഷേ വാപ്പ സുഖമില്ലാണ്ട് കിടന്നപ്പോഴേ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലേനു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് വാപ്പാക്ക് വേണ്ടിയിട്ട് ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, പ്രാർത്ഥിക്കുക നമ്മളെ കൊണ്ട് ചെല്ലാനും പറയാനും ഓതാനും ഒക്കെ പറ്റുന്നതൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ വാപ്പൻ്റെ 15 കഴിഞ്ഞതിന് ശേഷം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വാപ്പക്ക് വേണ്ടി ഒരു നേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എത്തിങ്ങാനയിലേക്കുള്ളൊരു നേർച്ചയാണ് കേട്ടോ. അപ്പോൾ എത്തിങ്ങാനയിലേക്കൊക്കെ കൊടുക്കുന്നത് എന്തിനാണ് വീഡിയോ ആക്കി ഉൾപ്പെടുത്തിയത് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. നമ്മളെ വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയരുതെന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷേ ഇത് കാണിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും ദയനീയാവസ്ഥ കേട്ടോ ഈ യത്തീംഖാന എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. നമ്മളോട് പറഞ്ഞു തന്ന ആൾ ആദ്യമേ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പുലർച്ചെക്കന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. സുബൈ നിസ്കരിച്ചിറങ്ങിയതാട്ടോ. അപ്പോൾ ഋഷിക്കാൻ്റെ ഇളയ പെങ്ങളുണ്ട്. അപ്പോൾ ഒരു താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കയറുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ വഴിക്കാട്ടോ പോകുന്നത്. അപ്പോൾ ഈ യത്തീംഖാനൊക്കെ എടുക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ ഗുണ്ടൽപേട്ടാണ് കേട്ടോ. നമ്മളെ കേരളം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ കേരളത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ യത്തീംഖാനയിൽ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ് അവിടെ ഒന്നും ഒരു ബുദ്ധിമുട്ടും കുട്ടികൾക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഇതുവരെ. അപ്പോൾ അൽഹംദുലില്ലാ അതങ്ങനെ തന്നെ നിലനിന്ന് പോട്ടെ കേട്ടോ. അപ്പോൾ നമ്മളോട് പറഞ്ഞ ആൾ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ യത്തീംഖാനയിൽ പോയി നോക്കണം കേട്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ പുറപ്പെട്ടു പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തി നോക്കുമ്പോൾ ഭയങ്കര ദയനീയാവസ്ഥയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മക്കളൊന്നും ഇല്ലെങ്കിലും കുറഞ്ഞ മക്കളേ ഉള്ളൂ കേട്ടോ. ഒരു 10-65 എത്തി മക്കളും പിന്നെ ആരോരില്ലാത്ത വാപ്പയും ഉമ്മയും ഉണ്ടായിട്ടും പഠിപ്പിക്കാനൊന്നും ഗതിയൊന്നും ഇല്ലാത്ത ഒരു തരം ആളുകളുണ്ടാവുമല്ലോ, ഓലെപ്പോലത്തെ മക്കളും ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു സ്ഥലത്താണ്. അപ്പോൾ ഒരുപാട് സങ്കടം തോന്നിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ പാവപ്പെട്ട നമ്മളെ മലബാർ ഏരിയയിലൊക്കെ ഒരുപാട് പാവപ്പെട്ട മുസ്ലിംസുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഓല് ഈ മൈസൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കൊക്കെ കല്യാണം കഴിച്ചൊക്കെ പറഞ്ഞേക്കും. എന്താ വെച്ചാൽ അന്നൊക്കെ ഇന്നത്തെ പോലെയല്ലല്ലോ, സ്ത്രീധനം വാങ്ങിയിട്ടും പിന്നെന്താണ് ഇങ്ങനെ കച്ചവടം പോലാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞു ഉറപ്പിക്കലാണ് പൊന്നും പൈസയൊക്കെ. അപ്പോൾ അതൊന്നും കൊടുക്കാൻ കഴിയാത്ത നമ്മളെ രക്ഷിതാക്കൾ എന്താക്കുന്ന അറിയോ, ഇങ്ങനെ മൈസൂരേക്കൊക്കെ കല്യാണം കഴിച്ച് കൊടുത്തയക്കാണ്. അപ്പോൾ അങ്ങനെ കല്യാണം കഴിച്ച് കൊടുത്തയച്ച അവിടെ എത്തിയിട്ട് കഷ്ടപ്പെടല്ലോ. അപ്പോൾ മക്കളൊക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കല്യാണം കഴിച്ചാളോ ഒന്നും കെട്ടേച്ച് പോയിക്കാളൂ, അല്ലെങ്കിൽ എന്താക്കും പിന്നെ മരിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് മക്കളെ വെച്ചിട്ട് നമ്മളെ വയനാട്ടിലൊരു ഉസ്താദ് ഉണ്ട് കേട്ടോ. ആ ഉസ്താദ് തുടങ്ങിയൊരു സംരംഭമാണിത്. അപ്പോൾ തുടങ്ങാൻ ഉസ്താദ് കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉസ്താദ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് തുടങ്ങാനുള്ളതെന്ന് വെച്ചാൽ ഉസ്താദ് അവിടെ കൃഷി ചെയ്യാൻ വേണ്ടി പോയതേനു. അപ്പോൾ അവിടുത്തെ നമ്മളെ മലബാർ ഏരിയയിൽ നിന്നൊക്കെ കല്യാണം കഴിച്ച് കൊണ്ടുപോയ പെണ്ണുങ്ങൾ പറഞ്ഞ് ഉസ്താദെ നമ്മളെ മക്കൾക്ക് നിസ്കരിക്കാനോ ഓതാനോ ഒന്നും അറിയില്ല, അള്ളാൻ്റെ അടുത്തേക്ക് ഒരു അടുപ്പം പോലും നമ്മളെ മക്കൾക്കില്ല. ഉസ്താദ് എന്തെങ്കിലും ഒരു വഴി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്നാണ്. അങ്ങനെ ഉസ്താദ് ഒരു ചെറിയ സെറ്റൊക്കെ വെച്ചിട്ട് തുടങ്ങിയതാണ്. അൽഹംദുലില്ലാ ഉസ്താദ് പറയുന്നത് വെച്ചാൽ ഓൽക്കിപ്പം നല്ല ഉഷാറായിട്ട് ഇപ്പോൾ കഴിയുന്നുണ്ട് എന്നാണ്. പക്ഷേ ഇപ്പോൾ കുട്ടികൾ കൂടിയതുകൊണ്ട് ഇവർക്ക് സൗകര്യക്കുറവുണ്ട്. അപ്പോൾ ഉസ്താദ് പറയുന്നത് അന്ന് സെറ്റിൽ തുടങ്ങി വന്നപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ബെറ്ററായി. അപ്പോൾ ഇനിയും കുട്ടികൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഓൽക്കുള്ള അതിനുള്ള വരുമാനമല്ലേ കേട്ടോ, വരുമാനമല്ലേ. പിന്നെ ഭക്ഷണ സാധനങ്ങളൊന്നും അവിടെ ഇല്ല. ഉള്ളതിനെക്കൊണ്ട് ഉസ്താദുമാർ നല്ല നിലക്ക് മക്കളെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ സുൽത്താൻ ബത്തേരിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല മസാല ദോശയും ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മളൊരു 10-10:15 ആകുമ്പോഴേക്കും അവിടെ എത്തണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇറങ്ങിയത്. അപ്പോൾ ഇതാ നമ്മൾ ചായ കുടിച്ച ഹോട്ടലിൻ്റെ പേരാണ് കേട്ടോ. നല്ല അടിപൊളി മസാല ദോശയും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടങ്ങിയതാട്ടോ. നമ്മളൊരാളിങ്ങനെ പറഞ്ഞത് കൊണ്ടോ വീഡിയോ എടുത്തത് കൊണ്ടോ നിങ്ങൾ കണ്ടത് കൊണ്ടോ മനസ്സിലാവില്ല കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാനിതിൽ ഫോൺ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങളെന്താക്കുക, ഒരു ദിവസമെങ്കിലും നമ്മളെ കുട്ടികളെയും കൂട്ടിയിട്ട് ഒന്ന് ഇവിടെ പോയിട്ട് ഒന്ന് സന്ദർശിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ മക്കൾ രാവിലെ കൊടുത്ത കറി കൊടുത്ത് ഉച്ചക്ക് കറീനെ കൊടുത്ത് അത് തന്നെയാണോ കറിയെന്ന് ചോദിക്കൂലേ. നമ്മളെ മക്കളൊന്നും ഒരു ബുദ്ധിമുട്ടും അറിയാണ്ടല്ലോ വളരുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളെ ഒന്ന് അവിടെ കൊണ്ടുപോയി കാണിച്ച് കൊടുക്കണം. അൽഹംദുലില്ലാ നമ്മളെ മക്കളൊക്കെ സ്വർഗ്ഗത്തിലാട്ടോ ജീവിക്കുന്നത്. അവിടെയുള്ള കുട്ടികൾക്ക് എന്താണെന്നറിയാം, സ്നേഹവും ഭയങ്കര സ്നേഹമുള്ള മക്കളും കേട്ടോ. അപ്പോൾ ഞാൻ കുറഞ്ഞ ഭാഗം അവിടുന്ന് വീഡിയോ എടുത്തിട്ടുള്ളൂ. എന്താ വെച്ചാൽ ചെറിയ മക്കളല്ലേ, നമ്മൾ എത്രയെങ്കിലും വീഡിയോ എടുക്കുമ്പോൾ ഐറ്റങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയാലേ, പക്ഷെ ഓർക്കൊന്നും തോന്നുന്നില്ല കേട്ടോ. പക്ഷെ നമ്മളെ മനസ്സിലാണ് തോന്നൽ വരുന്നത്. ഈ മക്കളെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഐറ്റങ്ങൾക്കൊരു വിഷമമല്ലേ, ഏതെങ്കിലും കാലം ഈ മക്കളൊക്കെ വലുതായിട്ടുണ്ടെങ്കിലേ അതൊക്കെ ഒരു മോശമല്ലേ അല്ലേ. അപ്പോൾ ഞാൻ കുട്ടികളെ മുഖമൊന്നും എടുത്തിട്ടില്ല കേട്ടോ.
അവിടെ കുറച്ച് കാഴ്ചപ്പാടുകളും പിന്നെ കുറഞ്ഞ ഭാഗങ്ങളും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ആർക്കെങ്കിലും യത്തീംഖാനയിലേക്കൊക്കെ എന്തെങ്കിലും കൊടുക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഈ യത്തീംഖാനയിലൊക്കെ പോയിട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഉള്ളൊരു വലിയ ഉയർന്നൊരു ഉസ്താദ് ഉണ്ട്. ആ ഉസ്താദിനെ കൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയിപ്പിച്ചിന് കേട്ടോ. പക്ഷേ ഞാൻ ചെറിയൊരു യൂട്യൂബറല്ല, അപ്പോൾ നമുക്ക് മൈക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ തീരെ സൗണ്ട് ഇല്ല കേട്ടോ. ഞാൻ എൻ്റെ ഫോൺ വെച്ചിട്ട് ഞാൻ എടുത്തത് തീരെ സൗണ്ട് ഇല്ല. ഉസ്താദ് പറഞ്ഞ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അവിടെ എത്തിട്ടോ. ഇതാണ് യത്തീംഖാനൻ്റെ ബോർഡ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ പല പല സ്ഥലത്തായിട്ടാണ് ഇത് സംഭവങ്ങൾ. ഇത് ഓഫീസാണ്. ഓഫീസ് അത്യാവശ്യം അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, മാഷാ അല്ലാ. അപ്പോൾ ഇതാ ഓരോരുത്തരിങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് പിന്നെ ചായയൊക്കെ കുടിക്കാനൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉസ്താദ്മാർ ഭയങ്കര സൽക്കാരം കേട്ടോ. നമ്മളെ സൽക്കാരം എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഭയങ്കര സ്വീകരണം കേട്ടോ. നമ്മളൊരു യത്തീംഖാനയിൽ പോയാൽ അങ്ങനെ ഒരു സ്വീകരണം നമുക്ക് കിട്ടലില്ല. അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ ളുഹാ നിസ്കരിക്കുന്ന സമയമാണ്. അപ്പം ഞാനും എൻ്റെ മോളും ഋഷിക്കാൻ്റെ പെങ്ങളും കൂടെ ളുഹാക്കെ നിസ്കരിച്ച് ഖുർആനൊക്കെ ഓതി വാപ്പച്ചിക്ക് വേണ്ടിയിട്ട് മക്കളെ കൊണ്ട് പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടിയിട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് ഈ കുട്ടികൾ താമസിക്കുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ അതാ മൈസൂരിലേക്ക് കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞാൽ ഈ ചേരി പ്രദേശത്താട്ടോ ഈറ്റിങ്ങൾ താമസിക്കുന്നത്. ഇവരെ മക്കളാണ് ഈ യത്തീംഖാനയിൽ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവാമല്ലോ അല്ലേ, അതിൻ്റെ ഒരു ചേരി പ്രദേശം എന്ന് പറയുമ്പോൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ മക്കൾ കിടക്കുന്ന സ്ഥലം. കണ്ടാൽ ഭയങ്കര ഇത് തോന്നും കേട്ടോ. എന്താ വെച്ചാൽ ഇടുങ്ങി പിടിച്ചും കൊണ്ട് അവർക്ക് സൗകര്യമില്ല. നല്ല കട്ടിലൊക്കെയാണ് മാഷാ അല്ലാ. പക്ഷേ ഇതൊന്നും നല്ല വീതി വിസ്തീർണത്തിലൊന്നും കിടക്കാനൊന്നും പറ്റുന്നില്ല. ഉള്ള സൗകര്യത്തിൽ ഉസ്താദുമാർ റാഹത്താക്കി വെച്ച് കൊടുത്തിക്കണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ മക്കൾ നമ്മളെ കണ്ടപ്പോണ്ടല്ലോ നമ്മളടുത്തേക്ക് പാഞ്ഞ് വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പഠിക്കുന്ന ബുക്കും ഇടുന്ന ഡ്രസ്സുകളും എല്ലാം ഒരു റൂമിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവർക്ക് പിന്നെ ഒരു ക്ലാസ് ഉണ്ടാവും കേട്ടോ. സ്കൂളൊക്കെ വിട്ട് സ്കൂൾ സെപ്പറേറ്റ് പഠിക്കുകയാണ്. അപ്പോൾ വിട്ട് വന്നാൽ ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് മതപരമായിട്ടുള്ള പഠിപ്പിക്കുന്നത്. അതൊക്കെ ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു മോന് ഇസ്തിരി ഇടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവർ സ്വയം ചെയ്യണം അല്ലേ. നമ്മളെ മക്കൾക്ക് നമ്മൾ ഇസ്തിരിയൊക്കെ ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ ഇവർക്ക് മജ്ലിസ് നടത്തുന്ന ഒരു സ്ഥലമാണ്. വൈകുന്നേരമാണ് ഉണ്ടാവൽ. ആ ഒരു സ്ഥലമൊക്കെ ഷീറ്റാണ് കേട്ടോ. ഭയങ്കര ചൂടായി കേട്ടോ. മൈസൂരൊക്കെ വേനൽ വന്നാൽ അപ്പോൾ കുട്ടികളെ തിരുമ്പിയത് ആറിയിടുന്ന സ്ഥലവും ഒക്കെയാണ്. അങ്ങനെ നമ്മൾ ഉസ്താദ് ഭക്ഷണം ഉണ്ടാക്കുന്ന അവിടേക്ക് കൊണ്ടുപോയിട്ടോ. അപ്പോൾ അവിടെ ഒരു പെണ്ണുങ്ങളുണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഭക്ഷണമൊക്കെ കാണിച്ചു തന്ന്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾ പറയാണ് കേട്ടോ. അപ്പോൾ തീരെ സൗണ്ടില്ല. ഇപ്പോൾ ഉസ്താദ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 10-25 മക്കൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരോടും പറഞ്ഞിട്ട് ഇവിടെ എത്തിക്കുക. അപ്പോൾ അവർക്ക് സാധനങ്ങളാണ് കേട്ടോ മെയിനായിട്ട് വേണ്ടി. നമ്മൾ ഉപയോഗിച്ച് ഒരു 5 ഇടലൊക്കെ ഇട്ടാൽ നമ്മളെ മക്കൾ പിന്നെ ഇടുമോ അങ്ങനത്തെ ഡ്രസ്സ് കാര്യങ്ങൾ, ഫർദ, പിന്നെ ആൺകുട്ടികളിടുന്ന ടീഷർട്ട്, പാൻറ്റ്, അതൊക്കെ അവർക്ക് വേണ്ടിയത്. പിന്നെ സോപ്പും പൊടി, പഞ്ചസാര, ചായപ്പൊടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണ്ടി പൈസ ഇവർ ചോദിക്കുന്നില്ല. നിങ്ങളെക്കൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ എത്തിച്ചു തരാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ പൈസക്ക് പ്രാധാന്യം അത്ര കൊടുക്കുന്നില്ല. പൈസ വേണം, പക്ഷേ പൈസനേക്കാളും വേണ്ടത് സാധനങ്ങളാണെന്നാണ് ഉസ്താദ് പറയുന്നത് കേട്ടോ. നല്ലൊരു ഉസ്താദ്. അപ്പോൾ എന്തായാലും ഈ 2 ഉസ്താദുമാരാണ് മേൽനോട്ടത്തിലാണ് ഇത് നടക്കുന്നത്. വേറെ 2-3 ആളുകളുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഉസ്താദന്മാർക്ക് ദീർഘായുസ്സും ആഫിയത്തൊക്കെ അള്ളാഹ് കൊടുക്കട്ടെ. എന്നാലല്ല ഈ മക്കളെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലേക്ക് ഉസ്താദന്മാർക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ചെറിയ പിഞ്ച് മക്കളൊക്കെ ഉണ്ട് കേട്ടോ. നെഞ്ഞ് പൊട്ടിപ്പോവും കണ്ടാൽ, മുഖമൊക്കെ കണ്ടാൽ. നമ്മളെത്തുമ്പോൾ 10 മണി ആയിക്കണ്. അപ്പോഴേക്ക് സ്കൂളില്ലാത്ത ദിവസം കിട്ടുമെന്ന്. അപ്പോൾ ഉറങ്ങി എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ലുഹാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഓടുകൊടുത്ത് നിൽക്കുന്നുണ്ട് കുറച്ച് മക്കൾ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അങ്ങനെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സഹതാപം തോന്നിട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കാനെ പഠിച്ചാൽ നമ്മളെ മക്കളൊക്കെ സ്വർഗ്ഗത്തിലല്ലേ ജീവിക്കുന്നത്. എന്തിനാണ് നമ്മളെ ഈ ആൾക്കാരൊക്കെ മൈസൂരിലേക്കൊക്കെ കല്യാണം കഴിച്ച് കൊടുത്തയക്കുന്നത് അല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല, അന്നൊന്നും സാമ്പത്തികമില്ലല്ലോ, ഇന്നത്തെ പോലെ അല്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഒന്നും കൂടെ വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവിടുത്തെ മെയിൻ ഗേറ്റ് ബോർഡ് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഗൂഗിൾ പേ നമ്പറും ഫോൺ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് കാണാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോരാണ്. അപ്പോൾ അവിടെയുള്ള മക്കളൊക്കെ ഉണ്ടല്ലോ, എന്താണ് ഒറ്റയ്ക്ക് ക്യാരറ്റൊക്കെ അരിഞ്ഞ് തിന്നാട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പച്ചക്കറി ഇങ്ങനത്തെ പയറുവർഗ്ഗങ്ങളൊക്കെ വാങ്ങിയിട്ട് കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും വാങ്ങാൻ തോന്നല്ലോ. അപ്പോൾ കുട്ടികൾ കളിക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് വീഡിയോ ആക്കിയതാട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ
ഇനി നിങ്ങൾ എന്തെങ്കിലും എത്തിങ്ങാനയിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് വിളിച്ച് നോക്കട്ടോ. വിളിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ കാണുന്നവർക്ക് ആർക്കും കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഈ നമ്പർ എൻ്റെ വീഡിയോ അല്ല ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഈ നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ നല്ലൊരു അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലത് വരുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താണ്. അസ്സലാമു അലൈക്കും.